തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വീരപ്പൻ എന്ന പേര് വീണ്ടും ചർച്ചയായി മാറുകയാണ്. കൊല്ലപ്പെട്ട വനം കൊള്ളക്കാരൻ വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മിയും മകൾ വിദ്യാറാണിയും ഇക്കുറി ജനവിധി തേടുകയാണ്. തമിഴ് ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് വ്യത്യസ്ത കക്ഷികൾക്ക് വേണ്ടിയാണ് രണ്ടുപേരും നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. കൃഷ്ണഗിരി നിയമസഭാ മണ്ഡലത്തിൽ അടുത്തിടെ DMK സഖ്യം ഉപേക്ഷിച്ചു പോന്ന വേൽമുരുകന്റെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് വാഴ്വുരിമൈ കക്ഷിക്ക് വേണ്ടിയാണ് വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മി മത്സരിക്കുന്നത്. മേട്ടൂർ മണ്ഡലത്തിൽ നാം തമിഴർ കക്ഷി സ്ഥാനാർത്ഥിയായിട്ടാണ് വീരപ്പന്റെ മകൾ വിദ്യാറാണി മത്സരിക്കുന്നത്. തമിഴ്നാട് വാഴ്വുരിമൈ കക്ഷി പുറത്തുവിട്ട 100 സ്ഥാനാർത്ഥികളടങ്ങുന്ന ആദ്യ പട്ടികയിലാണ് മുത്തുലക്ഷ്മിക്ക് സീറ്റ് അനുവദിച്ചിരിക്കുന്നത്. ക്യാമറയാണ് അവരുടെ ചിഹ്നം. 20 വർഷത്തിലേറെ കാലം സത്യമംഗലം കാടുകളിൽ ഭീകരത സൃഷ്ടിച്ചിരുന്ന, ആനകളെ വേട്ടയാടിയിരുന്ന, ചന്ദനം കടത്തിയിരുന്ന വീരപ്പൻ 2004 ഒക്ടോബർ 18-നാണ് പ്രത്യേക ദൗത്യസേനയുടെ വെടിയേറ്റ് മരിച്ചു വീഴുന്നത്. പാവപ്പെട്ടവരുടെ ശബ്ദമായിരുന്നു വീരപ്പൻ എന്നാണ് ഭാര്യ മുത്തുലക്ഷ്മി ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത്. വീരപ്പൻ ജീവിച്ചിരുന്നാൽ ഒരുപക്ഷെ തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു ഭീഷണി ആകുമെന്ന ആശങ്ക പല നേതാക്കൾക്കും അന്നുണ്ടായിരുന്നു. അതാണ് വീരപ്പനെ വെടിവെച്ച് കൊല്ലാൻ അവർ ഉത്തരവിറക്കാൻ കാരണമെന്നും മുത്തുലക്ഷ്മി പറയുന്നു. വീരപ്പൻ ഇപ്പോൾ ജീവിച്ചിരുന്നുവെങ്കിൽ തമിഴ്നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയനെ എന്നാണ് പറയുന്നത്. മരം മുറിച്ചതും മൃഗങ്ങളെ വേട്ടയാടിയതുമെല്ലാം തൻ്റെ ഒപ്പം നിന്ന പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. പാവപ്പെട്ടവരുടെ ശബ്ദമായിരുന്നു വീരപ്പൻ. മരിച്ച് ഒട്ടേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും വീരപ്പൻ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മകൾക്ക് 1 ലക്ഷത്തിലേറെ വോട്ട് ലഭിക്കാൻ കാരണമെന്നും മുത്തുലക്ഷ്മി പറയുന്നു. കൃഷ്ണഗിരി തനിക്ക് ജയം ഉറപ്പാണെന്നും ജയിച്ചാൽ ആ ജില്ലയിലെ പാറമടകൾ എല്ലാം അടച്ചുപൂട്ടുമെന്നും മുത്തുലക്ഷ്മി പറയുന്നുണ്ട്. 2006-ൽ സ്വതന്ത്രമായി മത്സരിച്ച ശേഷം മുത്തുലക്ഷ്മി ഇപ്പോഴാണ് ജനവിധി തേടുന്നത്. നാം തമിഴർ കക്ഷിയും തമിഴക വാഴ്വുരിമൈ കക്ഷിയും തമിഴ് ദേശീയത എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് കക്ഷികളാണ്. 2024-ലെ പാർലമെന്റ് ഇലക്ഷനിൽ വീരപ്പന്റെ മകൾ വിദ്യാറാണി നാം തമിഴകർ കക്ഷി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും അന്ന് 1 ലക്ഷത്തിൽ പരം വോട്ടുകൾ അവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. 35 വയസ്സുള്ള വിദ്യാറാണി ഒരു അഭിഭാഷക കൂടിയാണ്. വിദ്യാറാണി മേട്ടൂർ മണ്ഡലത്തിൽ സീമാന്റെ നേതൃത്വത്തിലുള്ള നാം തമിഴർ കക്ഷി സ്ഥാനാർത്ഥിയായിട്ടാണ് ഇത്തവണയും ജനവിധി തേടുന്നത്. വിദ്യാറാണി 2020-ൽ BJP-യിൽ കൂടിയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് രാജിവെച്ച് NTK-യിൽ ചേരുന്നത്. കൃഷ്ണഗിരിയിൽ ഒരു സ്കൂൾ നടത്തുന്ന വിദ്യാറാണിക്ക് ആ പ്രദേശവാസികൾക്കിടയിൽ നല്ല സ്വാധീനവുമുണ്ട്. സത്യമംഗലം കാടുകളെ വിറപ്പിച്ച വീരപ്പൻ പ്രത്യേക ദൗത്യസേനയുടെ വെടിയേറ്റാണ് മരിക്കുന്നത്. വർഷങ്ങൾക്കിപ്പുറം വീരപ്പന്റെ കുടുംബം ഒരു ഇലക്ഷനിലൂടെ വീണ്ടും തമിഴ് രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്.